ഇടുക്കി DCC പ്രസിഡന്റിന്റെ പ്രസ്താവന അങ്ങനെ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. MP എന്നുള്ള രീതിയിൽ മെമ്പർ ഓഫ് പഞ്ചായത്തായി ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല. എന്താ പ്രശ്നം എന്താ? ഇനി അതിനെ സംബന്ധിച്ച് ഇനി കൂടുതൽ എന്നോട് ചോദിച്ചിട്ട് പ്രയോജനമില്ല. ഇത്രയും തിളക്കമാർന്ന ഒരു വിജയം ലഭിച്ചതിന് ശേഷം DCC പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ഏക കാര്യം അത് പാർട്ടി പരിശോധിക്കട്ടെ എന്നുള്ളതാണ്. പാർട്ടിയുടെ ഉന്നത നേതൃത്വം പരിശോധിക്കട്ടെ എന്നുള്ളതാണ്. പാർട്ടിയുടെ ഇല്ല, ഞാൻ പരാതിയൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ അല്ലല്ല, ഞാനതിനെ സംബന്ധിച്ച് ഒരു പരാതിക്കാരനല്ല. പ്രത്യേകിച്ചും DCC പ്രസിഡന്റുമായി എനിക്ക് യാതൊരു തരത്തിലുമുള്ള പിണക്കവുമില്ല. പക്ഷേ അദ്ദേഹം ഉന്നയിച്ചതായിട്ടുള്ള കാര്യങ്ങൾ ഒരു പൊതുചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ പാർട്ടി അത് പരിശോധിക്കുമായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി, താങ്കൾക്ക് ഈ പ്രസ്താവന, താങ്കൾ മുതിർന്ന MP ആണ്. അപ്പോൾ താങ്കൾ MP ആവുന്നതിന് മുമ്പ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട പദവികളൊക്കെ ഇരുന്നിട്ടുണ്ട്. സാർ മൂക്കാതെ പഴുത്ത സാധനമാണ്, അല്ലെ പഞ്ചായത്ത് ഒരു പൊതുജനത്തിന് താങ്കളെപ്പോലുള്ള ഒരു അപമതി അതിലുണ്ടാക്കിയോ, അല്ലെ താങ്കൾ അത് കണ്ട് പരാതി കൊടുക്കാതെ ഇങ്ങനെ അത് ആസ്വദിക്കുകയാണ്? ഇല്ലെന്നേ, എനിക്ക് അതിനെ സംബന്ധിച്ച് ഒരു ആശങ്കയില്ലല്ലോ. കാരണം ഞാൻ എവിടെ നിന്നും വരുന്നു, അല്ലെങ്കിൽ ഞാൻ ആരാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. പിന്നെ എന്തിനാ ഞാൻ അതിനെക്കുറിച്ച് ആശങ്കപ്പെടും? ഈ ഇടുക്കിക്ക് ഇത്ര ഒരു നല്ലൊരു വിജയം ഉണ്ടായിട്ട് മന്ത്രി വേണ്ടേ? അതൊരു ദൗർഭാഗ്യകരമായ കാര്യമായിപ്പോയി. പക്ഷേ നമ്മൾ മനസ്സിലാക്കണമല്ലോ. കാരണം ന്യായമാണ്, 100% ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു മന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ കുറേ കൂടി മെച്ചപ്പെട്ട ഒരു സ്ഥിതിയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു. പക്ഷേ 21 മന്ത്രിമാരേ ഉള്ളൂ, ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ള ഒരു അലയൻസ് സംവിധാനമാണ്. അപ്പോൾ സ്വാഭാവികമായും ആ തരത്തിലുള്ള പരിമിതികൾ മുന്നണി നേതൃത്വത്തിനുണ്ടായി എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്നിരുന്നാലും ഒരു മന്ത്രി ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടിയിരുന്നു എന്നുള്ള അഭിപ്രായത്തിൽ ഞാൻ അടിവരയിടുന്നു. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി, ഇടുക്കി പോകുന്ന ലാറ്റിൻ ക്രിസ്ത്യാനിക്ക് പ്രശ്നമുണ്ട്. ഇപ്പോൾ ഇടുക്കിയിലെ റോമൻ കത്തോലിക് ഭൂരിപക്ഷം ഉള്ളൊരു ഇതാണ്. വയനാട്ടിൽ അത് മാത്രം ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി. അതൊരു ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഇടുക്കിയിൽ നിന്നൊരു പ്രായത്തിലില്ലാത്ത അവസ്ഥ. അല്ല, ഞാൻ ആർക്കെതിരെയും പരസ്യ പ്രസ്ഥാനം നടത്തിയിട്ടില്ലല്ലോ. ഞാൻ എന്താ പറഞ്ഞത്, ഞാൻ ആർക്കെതിരെയും പരസ്യ പ്രസ്ഥാനം നടത്തി, അങ്ങനെ ഞാൻ നടത്തി പരിചയിച്ചിട്ടുമില്ല. ഞാൻ സംഘടനാ ചട്ടക്കൂടിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ പ്രസ്താവനകൾ, അത് മുമ്പ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ഇനി അതല്ലാത്ത സന്ദർഭങ്ങളിലുമൊക്കെ ഞാൻ ആ ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് ഒരു ഇഞ്ച് പോലും പോകാത്ത ആളാണ്.